ഹലോ, എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു വൺ ഡേ സ്റ്റേയിങ്ങിനായിട്ടാണ് പോകുന്നത്. സൂര്യനെല്ലിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു 4 hours ടൈമാണ് അവിടെ എത്താനുള്ള ഒരു ട്രാവലിംഗ് ടൈം. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവിടെ കൊക്കോ, നല്ല പഴുത്ത് കിടക്കുന്ന കൊക്കോ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറിക്കാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ പണി കിട്ടി ഗൈസ്, നിറയെ ഉറുമ്പുണ്ടായിരുന്നു ആ മരത്തിൽ. നിങ്ങൾ ഈ കൊക്കോ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടോ? പഴുത്തത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റംബൂട്ടാൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവില്ലേ, അതുപോലുള്ള ഒരു ചെറിയ ഫ്ലഷ് ഉണ്ട്. ഒരു നേരിയ മധുരവും പുളിപ്പും കൂടിയുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സൂര്യനെല്ലിയിലുള്ള കേരള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന ഒരു സ്റ്റേയിങ്ങിലാണ്. ഈ ഒരു സ്റ്റേയിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് സൂര്യനെല്ലി ആനയിറങ്ങൽ ക്യാമ്പ് എന്നാണ്. സൂര്യനെല്ലി ആനയിറങ്ങൽ ക്യാമ്പ് എന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഹോൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സൈറ്റ് ലിങ്കും അതിലുണ്ട്. സൈറ്റ് വഴിയാണ് ബുക്കിംഗ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു പണി ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിസോർട്ടിൽ വാട്ടർ കണക്ഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പായിപ്പോയി. ഇങ്ങോട്ട് വന്ന മെയിൻ പൈപ്പിലെ കണക്ഷന് ബ്രേക്കേജ് വന്നിട്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടോ. പക്ഷേ അന്ന് വന്ന എല്ലാ ഗസ്റ്റിനെയും അവർ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു സ്റ്റേയിങ് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ റൂംസും അതുപോലെ തന്നെ ആംബിയൻസും ഗുഡാണ്. മാത്രമല്ല ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന ഒരു സ്റ്റേയിങ് ആണ്. അഫോർഡബിൾ റേറ്റിൽ സ്റ്റേയിങ് തപ്പുന്ന ആളുകളും ഉണ്ടാവുമല്ലോ, അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. ഇവിടുത്തെ കോട്ടേജുകളുടെ റേറ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 1300 and 1700 ആണ്. ഇതൊരു കോട്ടേജിൻ്റെ റേറ്റ് ആണ് കേട്ടോ, അല്ലാതെ ഒരു പെർ ഹെഡിൻ്റെ റേറ്റ് അല്ല. ഇനി ഇവരുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതുപോലുള്ള കോട്ടേജുകളും ടെൻറ്റുകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടലി 6 സ്റ്റേയിങ് ആണുള്ളത്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇവിടെ ഒരു പാർട്ടിയൊക്കെ നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ആ രീതിയിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അവരുടെ കോട്ടേജ് കാറ്റഗറിയിൽ വരുന്ന റൂം. 3 പേർ എന്ന രീതിയിലാണ് ഇവരുടെ ഓരോ സ്റ്റേയും വരുന്നത്. റൂം വളരെ നീറ്റായിട്ടുള്ള റൂം തന്നെയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റും വളരെ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഇനി ടെൻറ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടെൻറ്റുകളൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡോറ് വരുന്നത് ഇങ്ങനെയാണ്. ടെൻറ്റുകളെല്ലാം തന്നെ സിബ് ഓപ്പണിംഗ് ആയിരിക്കുമല്ലോ. ടെൻറ്റിൻ്റെ ഇൻസൈഡ് നോക്കൂ, ഇങ്ങനെയാണ്. എനിക്ക് കോട്ടേജിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ടെൻറ്റുകളാണ്. 3 adultsനെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു ടെൻറ്റും വരുന്നത്. ഇനി ഇവിടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു കോട്ടേജ് കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണത്. അപ്പോൾ ബിഗിനിങ്ങിൽ ആദ്യം ഞാൻ കാണിച്ചത് ബേസിക് മോഡലിൽ വരുന്ന ഒരു കോട്ടേജാണ്. നെക്സ്റ്റ് ഒരു ടെൻറ്റ് കാണിച്ചു. ഇതിപ്പം പ്രീമിയം മോഡലിൽ വരുന്ന ഒരു കോട്ടേജാണ്.
ഇത് ഒത്തിരി വലിയ ഒരു പ്രോപ്പർട്ടി അല്ല, വളരെ ചെറിയ ഒരു പ്രോപ്പർട്ടിയാണിത്. പക്ഷേ ആ ഒരു ഉള്ള ലോൺ നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു ഹിൽ ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഗുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ചൂടുള്ള ഒരു സമയത്താണ് ഇവിടെ വന്നത്. എങ്കിൽ പോലും ഇവിടുത്തെ ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നു. അപ്പോൾ നല്ലൊരു സീസൺ ടൈമിൽ വന്നാൽ ശരിക്കും നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഞാൻ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞല്ലോ, വാട്ടർ ഇഷ്യൂ കാരണം ഇവർ ഞങ്ങളെ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മടക്കി വിട്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് വേറെ റിസോർട്ട് തപ്പുകയുണ്ടായി. ചിന്നക്കനാലിലുള്ള മറ്റൊരു റിസോർട്ട് കണ്ടെത്തി. ഇതാണ് കേട്ടോ ആ ഒരു റിസോർട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.